So dear students, last video we have seen what is a series circuit, what is a parallel circuit, its characteristics, its effective resistance. Then we have seen what is current dividing rule, voltage dividing rule, and where it is applied. So when we come into problem, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം വരുമ്പോൾ നമ്മളൊക്കെ അത് തിയറിയും എല്ലാം അറിയെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലർക്കൊക്കെ ഇനീഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ സീരീസ് ആണോ പാരലൽ ആണോ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് തിയറി അറിഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡ്രൂ ലോട്ട്സ് ഓഫ് പ്രോബ്ലം. കുറേ സൊല്യൂഷൻ ചെയ്ത് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ കുറേ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ സൊല്യൂഷൻ കിട്ടുള്ളൂ. സോ നമ്മളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഹാവിങ് എ റെസിസ്റ്റൻസ് ഹിയർ, another resistance here, another resistance here. So ഇതാണ് ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. If I am having resistors here as, I'll take another color. If I am having a resistor here R1, R2, R3, R4, R5, and I am applying a voltage here, that is V. You have to tell me that this V, okay, you have to tell me what will be my current here, I. So first of all you have to determine what is I നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഓംസ് ലോ അപ്പോൾ ഉടനെ നമുക്ക് ഓർമ്മ വരണം. I is equal to എന്താണ്, V by R ആണ്. പക്ഷെ ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ V ഓഫ് കോഴ്സ് ഈ V ആണ്, I ഓഫ് കോഴ്സ് ഈ I ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്, R1, R2, R3, R4, R5 ഒക്കെ കാണുന്നുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ R effective. അപ്പോൾ നമ്മളുടെ ടാസ്ക് ഹിയർ ഈസ് ടു ഫൈൻഡ് ദ R effective. സോ ടു ഫൈൻഡ് ദ R effective you should know which all resistors are in series, which are in parallel. അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങളിവിടെ നോക്കിക്കഴിയുമ്പോൾ ഈ V എന്ന് പറയുന്ന വോൾട്ടേജ് ഈ റെസിസ്റ്റൻസ് R5നോടും അപ്ലൈ ഉണ്ട്, അതന്നെ നമ്മളുടെ R4നോടും അപ്ലൈ ഉണ്ട്. അല്ല, വോൾട്ടേജ് ഇസ് സെയിം. അപ്പോൾ ബേസിക്കലി അതുപോലെ തന്നെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ R4ൻ്റെ കണക്ഷൻ ഈ പോയിൻ്റൊക്കെ വരുന്നത്, R5ൻ്റെ കണക്ഷൻ ഈ പോയിൻ്റ്, അത് രണ്ടും ഒരേ പോയിൻ്റ്. അതൊരു ഷോർട്ടാണ്, ഒരു വയറുകൊണ്ട് കണക്ട് ചെയ്ത് മാത്രം. ഈ പോയിൻ്റ് സെയിം ആണ്, ഈ പോയിൻ്റ് സെയിം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ഇൻഫറൻസിലെത്തി R4 ഈസ് പാരലൽ ടു R5. അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. R4ഉം R5ഉം പാരലലാണ്, നിങ്ങൾക്ക് മനസ്സിലായി. ജസ്റ്റ് എ മിനിറ്റ്, വരെ വായിക്കാനാണ്. ഓക്കെ, അതുപോലെ അത് പാരലലാന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ട, വി ഹാവ് ടു ഡിസൈഡ് അപ്പോൺ ഹൗ ഈസ് R1, R2 ആൻഡ് R3. ഇവർ രണ്ടാളും അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഈ R1, R2, R3ൻ്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ ഒരു കറണ്ട് ഇങ്ങോട്ടും പോവും, ഒരു കറണ്ട് ഇങ്ങോട്ടും പോവും അല്ലേ. അപ്പോൾ ഇതിലൂടെയുള്ള കറണ്ട് വേറെയാണ്. അതുപോലെ തന്നെ ഈ കറണ്ട് അഗെയിൻ ഗെറ്റ്സ് സ്പ്ലിറ്റ് ഇൻ ടു ദിസ് ആൻഡ് ദിസ്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് നമുക്ക് എടുക്കുകയാണ്, നമുക്കൊരു A എന്ന് പറഞ്ഞ കറണ്ട് ആണെങ്കിൽ ആ A ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു B ആൻഡ് C. പക്ഷെ നമുക്ക് ഈ C എന്നുള്ള കറണ്ടിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, കാര്യം ഒരിക്കലും സി എന്ന് പറഞ്ഞ കറണ്ട് ആയിരിക്കില്ല B എന്ന് പറഞ്ഞ കറണ്ട്. പക്ഷെ C എന്ന് പറയുന്ന കറണ്ട് ഈ R2 കൂടെ പോവും. C goes through R2, then it goes through R1, then it goes through R3. അപ്പോൾ C എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ് ഈ 3 റെസിസ്റ്റൻസിലൂടെയും പോകുന്നത്. കറണ്ട് സെയിം ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ദീസ് R1, R2, R3 ആർ ഇൻ സീരീസ്. ഓക്കെ, കറണ്ട് സെയിമാണ്, വോൾട്ടേജ് ഡിഫറെൻ്റ്. കാര്യം ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. കാര്യം ആ കറണ്ട് C എന്ന് പറഞ്ഞ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് R1 ആണ്, ഇത് പറഞ്ഞാൽ C ഇൻറ്റു R3 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്, കറണ്ട് സെയിം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്, ഇത് മൂന്നും സീരീസ് ആണ്. ഇത് മൂന്നും സീരീസ് ആകുമ്പോൾ ഓഫ് കോഴ്സ് R1 പ്ലസ് R2 പ്ലസ് R3 എന്നുള്ളതാണ് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ലെറ്റ് ദാറ്റ് ബി ഈക്വൽ ടു RC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാത്തിന് പകരം എനിക്ക് ഒരു RC എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് കൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ ആരാ ഉള്ളത്, ഈ R4 ഉണ്ട്, R5 ഉണ്ട്. അത് രണ്ടും എങ്ങനെയാണ്, R4 ഇവിടെ ഇരിക്കുന്നുണ്ട്, R5 ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത് RCയും. ഇപ്പോൾ ഇത് 3 റെസിസ്റ്റേഴ്സും എങ്ങനെയാണ്, ദി ആർ ഇൻ പാരലൽ അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിനോട് പാരലലാണ് R4ഉം R5ഉം. So this will be my effective resistance. അപ്പോൾ ഇതൊരു സീരീസ് പാരലൽ സർക്യൂട്ടായിരുന്നു. അതിൽ R1, R2, R3 സീരീസായി ആ കിട്ടുന്ന
വാല്യൂ നമ്മളുടെ R4-നും R5-നോടും പാരലൽ. സോ ഇത് ഈ ഒരു സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഓരോ പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് സീരീസ് ആണോ ഇത് പാരലൽ ആണോ എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു സർക്യൂട്ട് ഇതുപോലെ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് വിൽ ടേക്ക് എ സർക്യൂട്ട് ലൈക്ക് ദിസ്. യു ആർ ഹാവിങ് ദിസ് വേ, this way, ഇവിടെ ഞാൻ ഒരു 10 വോൾട്ട് കൊടുത്തു. ഓക്കെ, ഇത് നമുക്കൊരു 4 ഓം, ഇത് 4 ഓം, ഇത് 4 ഓം, 4 ഓം. ചോദ്യം വാട്ട് ഈസ് മൈ കറണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഈ 4 ഓമുകൾ എങ്ങനെയൊക്കെയാണ്, സീരീസ് ആണോ പാരലൽ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 പോയിൻ്റ് ഒന്നാണ്. അതുപോലെ ഈ പോയിൻറ്റും ബേസിക്കലി അതൊരു ഷോർട്ടാണ്, അത് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്, അത് രണ്ടും സെയിം ആണ്. അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഈ 2 പോയിൻറ്റും സെയിം ആണ്, ഈ 2 അറ്റങ്ങളും ഷോർട്ട് ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് റീഡ്രോ ചെയ്യാം അല്ലേ? ഇതിനെ നമുക്ക് റീഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ പോയിൻ്റ് ഞാനിവിടെ വരച്ചു, 1 എന്നുള്ള അതിന് പേര് കൊടുക്കാം. അപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിൻ്റ് വരച്ചു. ആ 1 എന്ന് പറഞ്ഞ പോയിൻ്റിക്കാണ് ഈ 4 ഓമിൻ്റെ ഒരു ലെഗും മറ്റേ 4 ഓമിൻ്റെ ഒരു ലെഗും വരുന്നത് അല്ലേ? അപ്പോൾ അത് ഒരു ലെഗ് 4 ഓം മറ്റേ ലെഗ് 4 ഓം, ആ രണ്ടിടത്തും എന്തുണ്ട്, 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഈ 2 പോയിൻറ്റുകളും കണക്റ്റഡ് ആണ്, അതായത് ഇത് രണ്ടും കണക്ട് ചെയ്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതേ പോയിൻ്റിക്കാണ് അടുത്ത 4-ൻ്റെ ഒരു ലെഗ് വരുന്നത്, അതേ പോയിൻ്റിക്കാണ് അടുത്ത 4-ൻ്റെ ഒരു ലെഗ് വരുന്നത്. ഇനി അവർ തമ്മിൽ കണക്റ്റഡ് ആണ്, അത് നമ്മൾ 2 എന്ന് കൊടുത്തു. അതിന് അക്രോസ് ആണല്ലോ ഈ പറഞ്ഞ എത്ര വോൾട്ട്, 10 വോൾട്ട് കൊടുത്തത് അല്ലേ? 10 വോൾട്ട് കൊടുത്തത്, 10 വോൾട്ട്. അപ്പോൾ ഇത് ആരൊക്കെ സീരീസ്, ആരൊക്കെ പാരലൽ? ഓഫ് കോഴ്സ് നമുക്കറിയാം ഇതിൽ കൂടെ ഒരു കറണ്ട് വന്നാൽ ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യും, വേറെ വേറെ കറണ്ടാണ് പോവുക. ചിലപ്പോൾ ഒരേ കറണ്ടായിരിക്കും, പക്ഷേ എന്താണ് അത് കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും എന്താണ്, 2 അറ്റങ്ങൾ കൂട്ടിക്കെട്ടിയ സാധനങ്ങളാണ്. ഒരു റെസിസ്റ്റൻസിൻ്റെ 2 അറ്റം ഒരേ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ 4 ഈസ് പാരലൽ ടു 4, ഈ 2 പാരലലാണ്. 4 ഈസ് പാരലൽ ടു 4. അതുപോലെ തന്നെ ഈ 4ഉം ഈ 4ഉം പാരലലാണ്. 4 ഈസ് പാരലൽ ടു 4. അവർ തമ്മിൽ ഇതിനൊരു എഫക്റ്റീവ് കിട്ടും. 4 പാരലൽ ടു 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, അതിൻ്റെ പകുതിയാണ്, സെയിം റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ പകുതിയാണ് വരിക. അതുപോലെ ഇവിടെ 4 പാരലൽ ടു 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഓമും 2 ഓമും ഇതിന് അക്രോസ് ആണ് വോൾട്ടേജ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ കൂടെ പോകണ കറണ്ടിനെ ഇതിൽ കൂടെ പോകണം. അപ്പോൾ ഈ 2 റെസിസ്റ്റൻസും എന്താണ്, 2 ആയിരുന്നു. ഇത് സീരീസ് വിത്ത് ഇതിൻ്റെത് 2 ആണ്. അപ്പോൾ 2 സീരീസ് വിത്ത് 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര, 4 ആണ്. അപ്പോൾ 10 വോൾട്ടിന് അക്രോസ് കിട്ടുന്ന റെസിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ ഇതിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും, I is equal to V/R. V എത്രയാണ്, 10, R എത്രയാണ്, 4. ഓക്കെ, ഓർ ഇറ്റ് ഈസ് 5/2, 2.5 ആംപിയർ ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഒരു സർക്യൂട്ട് നോക്കിയിട്ട് സീരീസ് ആണോ പാരലൽ ആണോ പറയാൻ പറ്റണം. അപ്പോൾ ഇതുപോലത്തെ പല പല സർക്യൂട്ട് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് അവിടെ ഷോർട്ട് ജമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ആ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്യേണ്ടി വരും. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് റീഡ്രോ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ അതാണ് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരികയാണ്, യു ഹാവ് ടു റീഡ്രോ ദ സർക്യൂട്ട് എന്ന് പറയും. ഒരു വേറൊരു സർക്യൂട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സർക്യൂട്ട് ഇസ് ഗിവൺ ദിസ് വേ, നമുക്കിവിടെ ഒരു 3 ഓം ഇങ്ങനെയാണ് സർക്യൂട്ട്. ലെറ്റ് ദിസ് പോയിന്റ് ബി എ ആൻഡ് ദിസ് പോയിന്റ് ബി ബി ആൻഡ് ലെറ്റ് ഇത് 3 ഓം ആണ്. ഓക്കെ, ഇത് 5 ഓം ആണ്, ഇത് 4 ഓം ആണ്, ഇത് 6 ഓം ആണ്. അതുപോലെ യു ആർ ഹാവിങ് എ കണക്ഷൻ ലൈക്ക് ദിസ്. ഇതൊരു ബേസിക്കലി ഒരു ഷോർട്ടാണ്, ഒരു വയർ. അതായത് ഇതിൻ്റെ അർത്ഥം ഈ അറ്റവും, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനൊരു വേണമെങ്കിൽ പേര് കൊടുക്കാം. ഓക്കെ, ഐ വിൽ ഗിവ് ദിസ് ആസ് I, J, K, L, M, N. എൻ്റെ അർത്ഥം എമ്മും അതുപോലെ ഐയും ഒരേ പോയിൻ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് RAB, അതായത്
എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ്. ശരിക്കും നമുക്ക് ഇവിടെ ഈ ഒരു ഇതില്ലെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്തായിരുന്നു, നമുക്ക് എളുപ്പമായിരുന്നു. കാര്യം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കറണ്ട് തന്നെയാണ് 5ക്ക് വരുന്നത്. ഓക്കെ, ഇതൊരു പോയിൻ്റാണ്, ഇതൊരു പോയിൻ്റാണ്. ഈ എ ബിനെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കായിരുന്നു. ഓക്കെ, ഈ എ ബി ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം നമുക്കിങ്ങനെ പുറത്തേക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇടാം. ഇവിടെ എയും ഇവിടെ ബിയും. അപ്പോൾ എനിക്ക് എന്തേ പറയാൻ പറ്റും, 3ഉം 5ഉം സീരീസാണ്, 4ഉം 6ഉം സീരീസാണ്, അവർ തമ്മിൽ പാരലലാണ്. അത്രയും സിമ്പിളായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് ഇവിടെ ഒരു കണക്ഷനുണ്ട്, ഇങ്ങനെ ഒരു കണക്ഷനുണ്ട്. അതായത് ഷോർട്ട് ചെയ്തുകൊണ്ടൊരു കണക്ഷനുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെ ഒന്ന് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിങ്ങനെ പുറത്തു കൂടെ വരയ്ക്കുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഉള്ളിൽ കൂടെ വരയ്ക്കാമല്ലോ. ഇതിങ്ങനെ പുറത്ത് വരയ്ക്കുന്നത് തന്നെയാണ് ഇതിങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നത്, ഇങ്ങനെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് നോക്കി, ഈ ഫിഗർ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. നമ്മളെപ്പോഴും ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ റീഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ഈ എ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 3 ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ ആയിരുന്നു ആ 3, അതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കണം 3. ഈ 3 ഇങ്ങനെ, ഇതൊരു 3 ആണ്. അപ്പോൾ ആ 3 വരച്ചു. എന്നിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ. അതുപോലെ ഈ 4നെ ഞാനിവിടെ ഇങ്ങനെ വരച്ചിട്ട് 4 വരച്ചു. അവർ തമ്മിൽ കണക്റ്റഡാണ്. അതായത് 3ഉം 4ഉം കണക്റ്റഡാണ്. അതുപോലെ ഈ പോയിന്റിൽ തന്നെ നമുക്ക് എന്താ വരുന്നത്, ഒരു 5 ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഇവിടെ വരച്ചു. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വളച്ച് വരയ്ക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ വരക്കാമല്ലോ. ഇവിടെ ഒരു 6 ഉണ്ട്. അത് തമ്മിൽ കണക്റ്റഡാണ്. ഇനി അതിന് അക്രോസ് ആണ് നമുക്ക് ഈ പറഞ്ഞ ബി ഉള്ളത്, അല്ലേ? ഇതെന്തായിരുന്നു, ഇത് 5 ആണ്, ഇത് 6 ആണ്, ഇത് 4 ഓം ആണ്, ഇത് 3 ഓം ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണിപ്പോൾ, ഇതിൻ്റെ 3ൻ്റെ ഒരു അറ്റം ഇവിടെ കണക്റ്റഡ്, 4ൻ്റെ മറ്റേ അറ്റമാണ് കണക്റ്റഡ്, അവർ തമ്മിൽ കണക്റ്റഡാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, 3 and 4 ആർ ഇൻ പാരലൽ. അതുപോലെ ദിസ് 5 and 6 ആർ ഇൻ പാരലൽ. കാര്യം ഈ രണ്ടറ്റങ്ങളും ഒന്നാണ്, ഈ രണ്ടറ്റങ്ങളും ഒന്നാണ്. 5 and 6 ആർ ഇൻ പാരലൽ. പിന്നെ ഇത് കൂട്ടുകയാണ്, അല്ലേ? ഇതിൻ്റെ എഫക്റ്റീവായിട്ട് ഇതിന് രണ്ടും പാരലാകുമ്പോൾ എനിക്കൊരു റെസിസ്റ്റൻസ് കിട്ടും, ഇതിന് രണ്ടും പാരലായിട്ട് എനിക്കൊരു റെസിസ്റ്റൻസ് കിട്ടും. 5 അവർ തമ്മിൽ കണക്റ്റഡാണ്. അപ്പോൾ അത് സീരീസാണ്. സോ ദിസ് ഈസ് മൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അല്ലേ? ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 3 into 4 by 3 plus 4 7 plus 5 into 6 by 5 plus 6 11. So this is my RAB. Okay, R effective value. അതെന്തോ എനിക്കൊരു 4.44 എന്തോ കിട്ടും. ദിസ് ഈസ് മൈ ആൻസർ. അപ്പോൾ നമുക്കൊരു സീരീസ് പാരലൽ കണ്ടാൽ നമുക്കങ്ങനെ നമ്മൾ മാറ്റി വരച്ച് നോക്കണം. then only will be able to determine whether they are in series or parallel. Clear? ഇനി അതുപോലെ ഞാൻ വേറൊരു സർക്യൂട്ട് തരാം. അപ്പോൾ നിങ്ങളത് ഒറ്റയ്ക്കൊന്ന് നോക്കിയിട്ട് you have to determine whether it is in series or parallel. Okay? For example, if you are having a circuit this way, for example, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, ഒന്നും കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. ഇത് 4 ഓം ആണ്, ഇത് 4 ഓം ആണ്, ഇത് 4 ഓം ആണ്, ഇത് 4 ഓം ആണ്. ഇങ്ങനെ മാത്രമായിരുന്നു സർക്യൂട്ടെങ്കിൽ എന്തായിരുന്നു, ഇവിടെ ഇപ്പോൾ ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ ആ കറണ്ട് ഇങ്ങോട്ടും പോവും, ഈ ബ്രാഞ്ചിലൂടെയും പോവും, ഇങ്ങോട്ടും പോവും. ആ കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, ആ കറണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും 4 സീരീസ് വിത്ത് 4 സീരീസ് വിത്ത് 4, 4 4 കൂടി സീരീസ് ആകുമ്പോൾ 12 ഈസ് ഇൻ പാരലൽ. കാര്യം ഇവിടെ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ട് കിട്ടും, ഇതെല്ലാം കൂടി ചെയ്താൽ അതും ഇതും പാരലലാണ്. ഓക്കെ, അങ്ങനെ ആണ് ആ സർക്യൂട്ട് ചെയ്യുക. പക്ഷെ നേരെ മറിച്ച് ഫിഗർ കഥ ഫുൾ മാറും. എപ്പോൾ എന്നറിയോ, ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് കൊടുക്കുകയാണ്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വയറും കൊടുക്കുക. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവിടെ 6 വോൾട്ട് തന്നിട്ട് ഫൈൻഡ് ദ കറണ്ട് ആണെങ്കിൽ നമുക്കറിയാം I is equal to total voltage by R effective. ടോട്ടൽ വോൾട്ടേജ് ആറാന്ന് കിട്ടും, R effective കിട്ടിയാൽ I കിട്ടും. ഓക്കെ, പക്ഷേ അപ്പോൾ R effective കാണണമെങ്കിൽ നമുക്ക് മനസ്സിലാവണം ആരൊക്കെ സീരീസ് ആരൊക്കെ പാരലൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായി, അല്ലേ? അപ്പോൾ ബെറ്റർ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പേരുകളൊക്കെ കൊടുക്കാം, A B C D. അപ്പോൾ ഫസ്റ്റിന് A എന്ന് പറഞ്ഞ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്ക് ഒരു 4 ഓം റെസിസ്റ്റർ കണക്റ്റഡ് ആണ്. ഇതാ അത് കണക്ട് ചെയ്തിരിക്കണം എടുക്കുക സിയിലേക്ക്. അപ്പോൾ എയും സിയും, അതായത് ഞാൻ ഈ ഒരു സംഭവം വരച്ച് കഴിഞ്ഞു.
ഓക്കെ. ഇനി അടുത്തത് വേറൊരു പോയിൻ്റ് ഉണ്ട്, എയും ബിയും. മനസ്സിലായോ? ഈ പോയിൻ്റ് ഞാൻ വരയ്ക്കുന്നത്. എയും ബിയും അവർ തമ്മിൽ റെസിസ്റ്റൻസ് 4 ആണ്. പക്ഷേ ഈ ബീൻ്റെ പ്രത്യേകത എന്താണ്? ബി തന്നെയാണ് സി. കാര്യം എന്താണ്? ഓക്കെ, ഈ വര ഇത് രണ്ടും ഇങ്ങനെ കണക്റ്റഡാണേ, ഇങ്ങനെ കണക്റ്റഡാണ്. അപ്പോൾ ബി തന്നെയാണ് സി അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എയും ബിയും തമ്മിൽ ഈ 4 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എഗെയിൻ ഞാൻ ഈ വരയ്ക്കണത് ഈ 4 ഓം വരച്ചു കഴിഞ്ഞു. ഈ 4 ഓം ഏതാണ്? ഈ 4 ഓം. കാര്യം എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ളത്. ഈ 4 ഓം വരച്ചു കഴിഞ്ഞു. അതേതായിരുന്നു? എൻ്റെയും സിൻ്റെയും ഇടയിൽ. ഇനി അടുത്തത് ഞാൻ വരക്കേണ്ടത് എന്താണ്? ബിയും ഡിയും തമ്മിൽ. ഓക്കെ. പക്ഷെ നമുക്കറിയാം ഈ ഡി തന്നെയാണ് ആര്? എ. കാര്യം ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ജമ്പ്. അപ്പോൾ ഡി തന്നെയാണ് എ. ഓക്കെ. അപ്പോൾ അവിടെ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡി തന്നെയാണ്, ദിസ് ഡി സെയിം ആസ് എ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി. അപ്പോൾ അവർ തമ്മിലുള്ള റെസിസ്റ്റൻസ് അതേതാണ്? നമ്മളിപ്പോൾ ഇതാ വരയ്ക്കുന്നത്, ബിയും ഡിയും തമ്മിലുള്ള റെസിസ്റ്റൻസ്. ഇവിടെ ബി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. അവിടെ എഗെയിൻ എനിക്ക് വരുന്ന എത്രയാണ്? 4 ഓം. അപ്പോൾ ഇത് ഞാൻ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ദിസ് ഈസ് എഗെയിൻ ഓവർ. ഇനി അടുത്തത് സിയും ഡിയും തമ്മിൽ 4 ഓം. സി ആരാണ്? ഇവിടെ ഉണ്ട്. ഡി ആരാണ്? ഇവിടെ ഉണ്ട്. അത് തമ്മിലും 4 ഓം. ഓക്കെ. അപ്പോൾ എത്ര 4 ഓമാണ്? ഈ 4 ഓം, ഈ 4 ഓം, ഈ 4 ഓം, ഈ 4 ഓം. അതെല്ലാം എന്താണ്? എല്ലാം ഒരേ അറ്റത്തേക്കാണ് രണ്ട് സൈഡിലും കണക്ട്. സോ 4 ഈസ് പാരലൽ വിത്ത് 4 ഈസ് പാരലൽ വിത്ത് 4 ഈസ് പാരലൽ വിത്ത് 4. 2 4 റെസിസ്റ്റൻസ് പാരലായ 2, 2 4 റെസിസ്റ്റൻസ് പാരലായ 2. അവ രണ്ടും പാരലായാൽ എഗെയിൻ 1. സോ 1 ഈസ് ദ ആർ എഫക്റ്റീവ് ഹിയർ. ഇവിടെ ആർ എഫക്റ്റീവ് നമുക്ക് 1 കിട്ടി. വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് 6. സോ 6/1 കറണ്ട് ഈസ് 6 ആംപിയർ. സോ 6 ആംപിയർ ഈസ് ദ ആൻസർ, ഈ കറണ്ടിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മൾ ഈ റീഡ്രോ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ആദ്യത്തെ കേസൊക്കെ നോക്കുമ്പോൾ നമുക്കത് സീരീസ് ആണോ പാരലലാണോ എന്ന് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ റീഡ്രോ ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലായത് സീരീസ് ആണ് പാരലലാണ്. അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ഷോർട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് ബെറ്റർ യു നെയിം, 2 നെയിം കൊടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ക്ലിയർ? സോ ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാം. ക്ലിയർ? ഇനിയിപ്പോൾ ഞാൻ വേറെ ജസ്റ്റ് ഒരു പ്രോബ്ലം പറയാം. For example, my question is like, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ. ഇഫ് 5 ohm and you are having 25 ohm and you are having a resistance B, I don't know how much B ohm, and the applied voltage is something V, and an extra thing that is given is ഈ 5 ohmന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 90 വോൾട്ടാണ് തന്നിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ബി? ബി എത്രയാണ്? വി എത്രയാണ്? ദെൻ ഐ ബി എത്രയാണ്? ഈ 4 സാധനങ്ങളും ഞാൻ കണ്ടുപിടിക്കണം. സോ ഐ ടു ഫൈൻഡ് വാട്ട് ഈസ് ബി, വി എത്രയാണ്, ഐ ബി എത്രയാണ്. സോ എങ്ങനെ പ്രൊസീഡ് ചെയ്യും? അപ്പോൾ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അനലൈസിങ് ദ സർക്യൂട്ട് വി നോ ദാറ്റ് 25 ആൻഡ് ബി ആർ ഇൻ പാരലൽ അല്ലേ? അതിനോട് സീരീസാണ് 5 ohm. ഇതാണ് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. പക്ഷെ നമുക്ക് ബി അറിയാത്തോടത്തോളം കാലം എനിക്കിതിൻ്റെ ആർ എഫക്റ്റീവ് എന്നൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ വിയും അറിയുന്നില്ല അല്ലേ? അപ്പം നമ്മളൊരു അറിയാത്തൊരു സ്റ്റേജിൽ നിൽക്കുക. പക്ഷെ നമുക്ക് എന്തോ ഒരു എക്സ്ട്രാ സംഭവം ഇവിടെ തന്നിട്ടുണ്ട്. 90 വോൾട്ട് ആണ് ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. എവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്? 5 ohmന് അക്രോസ് ഉള്ള വി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 5 ohm ഈസ് 90 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം I is equal to V/R അല്ലേ? അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ ഓംസ് ലോ അവിടെ അപ്ലൈ ചെയ്യണം നമുക്ക് മനസ്സിലാവണം. അവിടുത്തെ വോൾട്ടേജ് 90 അവിടെയുള്ള റെസിസ്റ്റൻസ് ഇസ് 5 ohm. ഓക്കെ. സോ മൈ കറണ്ട് ഇസ് 90/5, ദറ്റ് ഇസ് 18. അതായത് ദിസ് കറണ്ട് I is equal to 18 ആംപിയർ. ഓഫ് കോഴ്സ് ആ കറണ്ട് തന്നെയാണല്ലോ 18 ആംപിയർ ഇവിടെയും വരിക.
ഇതിങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ വരുന്നത് 18 ആംപിയറാണ്. ആ 18 ആംപിയറാണ് ഇവിടെ നമ്മൾ പറഞ്ഞ IB ആയിട്ടും I25 ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ 25 ഓം കൂടുള്ള കറണ്ടും IB ആണ് ഡിവൈഡ് ചെയ്യുന്നത് 18 ആണ്. ഓക്കെ, അപ്പോൾ അത് എത്ര ഡിവൈഡ് ചെയ്യും എന്ന് അറിയണമെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ശരിക്കും ബീൻ്റെ വാല്യൂ അറിയണം അല്ലേ, എന്നാലേ എനിക്ക് കറണ്ട് ഡിവൈഡിങ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബീൻ്റെ വാല്യൂ ഇവിടെ അൺനോൺ ആയ സ്ഥിതിക്ക് എനിക്ക് അങ്ങനെ കറണ്ട് ഡിവൈഡിങ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷെ നിങ്ങൾക്കറിയാം എന്താണ്, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് ഇതിന് അക്രോസ് വരിക, ശരിയല്ല? കാരണം ഇത് രണ്ടും 25ഉം ബിയും പാരലലാണ്. 25ഉം ബിയും പാരലലായ സ്ഥിതിക്ക് നമ്മൾ ആ രണ്ട് വോൾട്ടേജസും സെയിം ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ 18 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആർ എഫക്റ്റീവ് എന്തായിരിക്കും നമുക്കറിയില്ല. പക്ഷെ ആർ എഫക്റ്റീവ് എന്താണ് ഞാൻ പറഞ്ഞത്, 25 ആൻഡ് ബി ആർ ഇൻ പാരലൽ, അതിനോട് സീരീസാണ് 5 ഓം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സംഭവം. ഇത് വെച്ചിട്ട് എനിക്ക് ആർ എഫക്റ്റീവ് കാണാമല്ലോ. ആർ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ 25 ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 25 പ്ലസ് ബി പ്ലസ് 5, അതാണ് എൻ്റെ ആർ എഫക്റ്റീവ്. പക്ഷേ ഈ ആർ എഫക്റ്റീവ് തന്നെയാണ് V/I അല്ലേ, V/I. അതിലെൻ്റെ I എത്രയാണ്? I എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ 18 ആണ്. അപ്പോൾ നമുക്കിവിടെ I 18 ആണ് എന്നറിയാം. ഇനി V എത്രയാണെന്നറിയോ? V കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അത് നമ്മൾ നോക്കണം. V കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഒരു സാധനം കൂടിയും എക്സ്ട്രാ തന്നിട്ടുണ്ട് ഈ പ്രോബ്ലത്തിൽ. കാര്യം അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കാണ്. നമുക്ക് പ്രോബ്ലത്തിൽ ഒരു കാര്യം കൂടി തന്നിട്ട് അത് നിങ്ങളോട് പറയാൻ ഞാൻ വിട്ടിട്ടുണ്ട്. കാര്യം ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാണ്. സോ വൺ മോർ തിങ് ഈസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം, ആൻഡ് ദാറ്റ് തിങ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് ഗിവൺ പവർ ഇൻ ദ സർക്യൂട്ട്. പവർ ഇൻ ദ സർക്യൂട്ട് ഈസ് 4320 വാട്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യനിൽ ഒരു സംഭവം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നിങ്ങളോട് ആദ്യം ഇൻഫോം ചെയ്യാൻ വിട്ടതാണ്. പവർ ഇൻ ദ സർക്യൂട്ട് ഇസ് 4320 വാട്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? P is equal to VI ആണല്ലോ, V into I. ടോട്ടൽ പവറാണ് 4320 വാട്ടാണ് പവർ. വോൾട്ടേജ് എനിക്കറിയില്ല, ഈ വോൾട്ടേജ് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് I അറിയാം. I എത്രയാണ്? 18. സോ ഇതിൽ നിന്ന് എനിക്ക് V is equal to എന്ന് പറഞ്ഞാൽ I will get V is equal to 4320 divided by 18, and that is 240. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ആൻസർ ഇവിടെ കിട്ടുകയാണ്. V is equal to 240 എന്നുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ നമുക്ക് V/I എന്ന് പറയുന്നത് നമുക്ക് കിട്ടും ആൻസർ. എത്രയാണ്? V/I is equal to 240 divided by 18. ആ 240 divided by 18 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ ആൻസർ സംതിങ് ലൈക്ക് 13.33. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 13.33 എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 25B പ്ലസ് 25 പ്ലസ് B പ്ലസ് 5 അല്ലേ? ഇതിനെനിക്ക് സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുക? 13.33 ഇൻറ്റു 25 പ്ലസ് B ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ 5 കൊണ്ടും അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ ഇത് കോമൺ എടുക്കാൻ പറ്റുള്ളൂ. കോമൺ എടുക്കണമെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇസ് ഈക്വൽ ടു 25B പ്ലസ് 5 ഇൻറ്റു 25 പ്ലസ് B. ഓക്കെ, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 13.33 ഇൻറ്റു 25, 13.33 ഇൻറ്റു B, പിന്നെ 25B പ്ലസ് 5 ഇൻറ്റു 25 പ്ലസ് 5 ഇൻറ്റു B. അപ്പോൾ അതിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് B. അങ്ങനെ B ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 12.47 ഓം. അങ്ങനെ B ഇസ് ഈക്വൽ ടു എനിക്ക് കിട്ടും 12.47 ഓം. ഇനി എനിക്ക് എന്താ കാണേണ്ടത്? IB അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന വാല്യൂ 12.47 ആണ്. എന്നാൽ അപ്പോൾ ഈ വാല്യൂ എനിക്ക് കണ്ടുപിടിച്ചൂടെ?
ഒരു പ്രശ്നവുമില്ല. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് 18 ആംപിയർ അറിയാം, ഈ കറണ്ടും അറിയെങ്കിൽ നമുക്ക് 2.47 ഓമാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് അറിയെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് ഡിവൈഡിങ് റൂൾ വെച്ച് കാണാം. അല്ലെങ്കിൽ വേറൊരു വഴി എന്താണ്, വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് നമുക്ക് കിട്ടി. ആ വോൾട്ടേജ് എത്ര? 240, 240. 240 90 ഇവിടെ ഡ്രോപ്പ് ചെയ്തു അല്ലേ? അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടുക? 240 - 90 ഇവിടുത്തെ വോൾട്ടേജ് വരിക, ഇവിടെയുള്ള വോൾട്ടേജ്. ആ വോൾട്ടേജ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ്, വി ബൈ റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ കറണ്ട്. അങ്ങനെ എനിക്ക് IB കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ കറണ്ട് ഡിവൈഡിങ് റൂൾ വെച്ച് കാണാം, അല്ലെങ്കിൽ എനിക്ക് ഈ വോൾട്ടേജിൻ്റെ സംഭവം വെച്ച് ചെയ്യാം. അത് വേണമെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ വോൾട്ടേജ് വെച്ചിട്ട് പറയാം. സോ ഇവിടെ ഈ ഫിഗറിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ക്ലിയർ ആക്കാം. ഈ ഫിഗറിൽ നമുക്കറിയാം ദിസ് വോൾട്ടേജ് ഇസ് 90 വോൾട്ട്. ഇത് 90 ആണ്, ഇത് 240 ആണ്. സോ ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്? ഇതിന് അക്രോസുള്ള വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 240 മൈനസ് 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 150 അല്ലേ? ആ 150 ആണ് ഇവിടെ വരുന്നത്, 150 വോൾട്ട്. ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 12.47. സോ ഓംസിൽ വെച്ചിട്ട് I ഈസ് ഈക്വൽ ടു V ബൈ R. V ഈസ് ഈക്വൽ ടു 150. ഏതാണ് ആ വോൾട്ടേജ്? ഇതിന് അക്രോസുള്ള വോൾട്ടേജ്. അതിന് അക്രോസുള്ള റെസിസ്റ്റൻസ് ആണ് 12.47. സോ ദ കറണ്ട് ഇസ് സംതിങ് ലൈക്ക് 12 ആംപിയർ അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത്. ഓക്കെ, 12 ആംപിയർ. സോ ദിസ് ഈസ് ഹൗ വി ഡു ദ പ്രോബ്ലം. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ഇവിടെ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, ഓംസ് ലോ അപ്ലൈ ചെയ്തു, വേണമെങ്കിൽ കറണ്ട് ഡിവൈഡിങ് റൂൾ അപ്ലൈ ചെയ്യാം, സീരീസ് പാരലലിൻ്റെ കോൺസെപ്റ്റ് എടുത്തു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാൻ. ക്ലിയർ? സോ ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ദ തിങ്സ് വിൽ ബിക്കം ഈസി.